അവിക്ത് ആർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ബിഗിനേഴ്സിന് ഈസിയായി വരയ്ക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനിൻ്റെ സ്കെച്ചിങ്ങും റെഡിൻ്റെ ഷെയ്ഡിങ്ങും നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾക്ക് ആ ചിത്രത്തിൻ്റെ ബാക്കി പോർഷൻസ് ചെയ്യാം. ഇന്ന് നമുക്ക് ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും ഷെയ്ഡിങ് ചെയ്ത ശേഷം ചിത്രത്തിലുള്ള ഫ്ലവറിൻ്റെ പോർഷൻസ് ഷെയ്ഡ് ചെയ്യാം. സാധാരണ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ റെഡ് ഷെയ്ഡിങ് ആണ് ഫ്ലവേഴ്സിന് കൊടുക്കുക. ഞാനിപ്പോൾ പിങ്ക് ഷെയ്ഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. രൈഖികം മെത്തേഡ് യൂസ് ചെയ്താണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിലെ ഷെയ്ഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് ബ്ലാക്ക് ഔട്ട്ലൈനിങ് കൊടുത്ത് ചിത്രം കംപ്ലീറ്റ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ചിത്രത്തിലെ ബാക്കി പോർഷൻസ് ചെയ്യുന്നത് കാണാം. ചിത്രത്തിലെ റെഡിൻ്റെ ഷെയ്ഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി ഗ്രീനിൻ്റെ പോർഷൻസ് നോക്കാം. അതിന് ആദ്യം യെല്ലോ വാഷിംഗ് ആണ് ചെയ്യേണ്ടത്. യെല്ലോ വാഷിങ്ങിന് ഞാനിപ്പോൾ യെല്ലോ ഓക്കറും ലെമൺ യെല്ലോ എടുത്തിട്ടുണ്ട്. ഇത് ഈക്വൽ എമൗണ്ട് ആണ് ഞാനിപ്പോൾ യെല്ലോ ഓക്കറും ലെമൺ യെല്ലോ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് യൂസ് ചെയ്ത് ഗ്രീനിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തെല്ലാം യെല്ലോ വാഷിംഗ് അപ്ലൈ ചെയ്യുക. സാധാരണ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ റെഡിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തെല്ലാം യെല്ലോ ഓക്കർ യൂസ് ചെയ്ത് യെല്ലോ വാഷിംഗ് കൊടുക്കും. ആ ടൈമിൽ തന്നെ നമ്മൾക്ക് ഗ്രീനിൻ്റെ പോർഷനിലും യെല്ലോ വാഷിംഗ് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെയിം യെല്ലോ ഓക്കർ യൂസ് ചെയ്ത്. ഞാനിപ്പോൾ ഈ ചിത്രം കുറച്ച് ബ്രൈറ്റ് ആക്കി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രം അതിലേക്ക് യെല്ലോ ഓക്കറിൻ്റെ കൂടെ കുറച്ച് ലെമൺ യെല്ലോയും കൂടെ ആഡ് ചെയ്തിട്ടാണ് യെല്ലോ മിക്സ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് റെഡിൻ്റെ ഷെയ്ഡിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം ഞാനിപ്പോൾ ഗ്രീനിൻ്റെ പോർഷനിൽ യെല്ലോ വാഷിംഗ് കൊടുത്തിരിക്കുന്നത്. യെല്ലോ ഓക്കർ മാത്രമായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് റെഡിൻ്റെ യെല്ലോ വാഷിംഗ് കൊടുക്കുമ്പോൾ തന്നെ ഗ്രീനിൻ്റെ പോർഷനിലും യെല്ലോ വാഷിംഗ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗ്രീനിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തെല്ലാം യെല്ലോ വാഷിംഗ് അപ്ലൈ ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം ഗ്രീനിൻ്റെ വാഷിംഗ് ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ സാപ്പ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് സാപ്പ് ഗ്രീൻ എടുക്കുക. ഇതിലേക്ക് നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. ഈ മിക്സ് യൂസ് ചെയ്ത് യെല്ലോ വാഷിംഗ് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഗ്രീനിൻ്റെ വാഷിംഗ് ചെയ്യുക. വാഷിങ്ങിനായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് സൈസ് 6 റൗണ്ട് ബ്രഷാണ്. ബ്രഷിൻ്റെ സൈസൊക്കെ നമുക്ക് പിക്ചറിനെ അനുസരിച്ച് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതായത് വലിയ പോർഷൻസൊക്കെ ചെയ്യാനായിട്ട് വലിയ ബ്രഷ് യൂസ് ചെയ്യുക, ചെറിയ പോർഷൻസ് ചെയ്യാനായിട്ട് ചെറിയ ബ്രഷ് യൂസ് ചെയ്യുക. യെല്ലോ വാഷിംഗ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഗ്രീനിൻ്റെ വാഷിംഗ് കൊടുക്കാൻ പാടുള്ളൂ. ഗ്രീനിൻ്റെ വാഷിംഗ് ഒരു പ്രാവശ്യം മാത്രം കൊടുത്താൽ മതി. ഗ്രീനിൻ്റെ വാഷിംഗ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഷെയ്ഡിങ് ചെയ്യാം. ഷെയ്ഡിങ്ങിനായിട്ട് ഗ്രീൻ എങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ സാപ്പ് ഗ്രീനും പ്രഷ്യൻ ബ്ലൂവും യെല്ലോ ഓക്കറുമാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ വാഷിങ്ങിനായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സാപ്പ് ഗ്രീനിൻ്റെ മിക്സിലേക്കാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു ഡ്രോപ്പ് സാപ്പ് ഗ്രീൻ എടുത്തു. ഇതിൻ്റെ 1/4 മാത്രമേ ഞാൻ പ്രഷ്യൻ ബ്ലൂ എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് വളരെ കുറച്ച് യെല്ലോ ഓക്കറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. റെഡിൻ്റെ മിക്സിങ്ങിന് ചേർത്ത അത്രയും വെള്ളം തന്നെ നമ്മളിവിടെയും ഗ്രീനിൻ്റെ മിക്സിങ്ങിനും ചേർക്കണം. നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് യൂസ് ചെയ്ത് റെഡിൻ്റെ ഷെയ്ഡിങ് ചെയ്ത പോലെ തന്നെ ഗ്രീനിൻ്റെ പോർഷനിലെല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കണം. അതായത് ബോർഡറിൽ കൂടെ വരച്ച ശേഷം മിഡിൽ പോർഷനിലേക്ക് ലേപനം മെത്തേഡ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്തെടുക്കുക. 000 ലോങ് ഹെയർ ബ്രഷോ അല്ലെങ്കിൽ സൈസ് കുറഞ്ഞ റൗണ്ട് ബ്രഷോ യൂസ് ചെയ്ത് ഗ്രീനിൻ്റെ മിക്സ് കൊണ്ട് ബോർഡറിൽ കൂടെ വരച്ചെടുക്കുക. അതിനുശേഷം ബ്രഷ് വെള്ളത്തിൽ മുക്കി പെയിൻറ്റിൻ്റെ കണ്ടൻ്റ് എല്ലാം പോയ ശേഷം ബ്രഷിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് യൂസ് ചെയ്ത് മിഡിൽ പോർഷനിലേക്ക് ലയിപ്പിച്ചെടുക്കുക. ഈ മെത്തേഡാണ് ലേപനം മെത്തേഡ്. ഈ മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ റെഡിൻ്റെ പോർഷൻസ് എല്ലാം ഷെയ്ഡ് ചെയ്തത്. അതേപോലെ തന്നെ ഗ്രീനിൻ്റെ പോർഷൻസിലെല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കുക. അതായത് ബോർഡറിനോട് ചേർത്ത് ഡാർക്ക് ഷെയ്ഡിങ്ങും ഇന്നർ പാർട്ടിലേക്ക് ലൈറ്റർ ഷെയ്ഡിങ് വരുന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്തെടുക്കണം.
ഫസ്റ്റ് കോട്ട് ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് കോട്ട് കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കോട്ടിൻ്റെ കളറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾക്കത് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഡാർക്കർ ഷെയ്ഡിങ് വരുന്നെങ്കിൽ സെക്കൻഡ് കോട്ടിൻ്റെ കാര്യമില്ല. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ലൈറ്റർ ഷെയ്ഡിങ് വരുന്നതെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി സെയിം മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ചിത്രത്തിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന പോർഷനിൽ നമ്മൾ സ്ക്വയർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കുറച്ച് പോർഷനിൽ നമ്മൾ റെഡിൻ്റെ ഷെയ്ഡിങ് കൊടുത്തു. ഇനി ബാക്കി പോർഷനിൽ ഗ്രീനിൻ്റെ ഷെയ്ഡിങ് കൊടുക്കാം. അതിന് ഗ്രീനിൻ്റെ മിക്സ് യൂസ് ചെയ്ത് ബോർഡറിനോട് ചേർത്ത് ഡാർക്കർ ഷെയ്ഡിങ്ങും മിഡിൽ പോർഷനിലേക്ക് ലൈറ്റർ ഷെയ്ഡിങ് വരുന്ന രീതിയിൽ ലേപനം മെത്തേഡിൽ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കണം. ഇവിടെ ചെയ്യുമ്പോൾ മിഡിൽ പോർഷനിൽ ആ സ്ക്വയറിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം ഷെയ്ഡിങ് ചെയ്തെടുക്കാനായിട്ട്. മിഡിൽ പോർഷനിലേക്ക് ഒരുപാട് ഷെയ്ഡിങ്ങിൻ്റെ ആവശ്യമില്ല, വളരെ ലൈറ്റായിട്ട് മാത്രം ഷെയ്ഡ് ചെയ്തെടുക്കണം. ഇതേപോലെ ഗ്രീനിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തെല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കുക. ഗ്രീനിൻ്റെ ഷെയ്ഡിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം ബ്ലൂവിൻ്റെ ഷെയ്ഡിങ് നോക്കാം. ബ്ലൂവിൻ്റെ ഷെയ്ഡിങ് ചെയ്യുന്നതിന് മുൻപും ബ്ലൂവിൻ്റെ മിക്സ് യൂസ് ചെയ്ത് വാഷ് ചെയ്തെടുക്കണം. ബ്ലൂവിൻ്റെ വാഷിങ്ങിനായിട്ട് പ്രഷ്യൻ ബ്ലൂ ആണ് വേണ്ടത്. പ്രഷ്യൻ ബ്ലൂ വളരെ കുറച്ചെടുത്ത ശേഷം അതിലേക്ക് നല്ലപോലെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. ഈ മിക്സ് യൂസ് ചെയ്ത് ബ്ലൂവിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തെല്ലാം ആദ്യം ബ്ലൂവിൻ്റെ വാഷിംഗ് അപ്ലൈ ചെയ്യും. ഇത് ഒരു പ്രാവശ്യം മാത്രം വാഷിംഗ് അപ്ലൈ ചെയ്താൽ മതി. ഇതേപോലെ ബ്ലൂവിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തെല്ലാം ബ്ലൂവിൻ്റെ മിക്സ് യൂസ് ചെയ്ത് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തത് ഉണങ്ങിയതിന് ശേഷം ബ്ലൂവിൻ്റെ ഷെയ്ഡിങ് അപ്ലൈ ചെയ്യാം. ഷെയ്ഡിങ്ങിനായിട്ടുള്ള മിക്സ് ചെയ്യാനായിട്ട് പ്രഷ്യൻ ബ്ലൂവും സാപ്പ് ഗ്രീനുമാണ് എടുത്തിട്ടുള്ളത്. ഒരിക്കലും പ്രഷ്യൻ ബ്ലൂ മാത്രമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലൂ മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. ബ്ലൂവിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഗ്രീനും കൂടെ ചേർത്ത് മാത്രമേ മ്യൂറലിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം പ്രഷ്യൻ ബ്ലൂ എടുക്കുക, 1 ഡ്രോപ്പ് എടുക്കുക, അതിലേക്ക് 1/4 സാപ്പ് ഗ്രീൻ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് യൂസ് ചെയ്ത് ബ്ലൂവിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തെല്ലാം ലേപനം മെത്തേഡ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്തെടുക്കണം. റെഡിൻ്റെയും ഗ്രീനിൻ്റെയൊക്കെ ഷെയ്ഡിങ് ചെയ്ത പോലെ തന്നെ ബോർഡറിൽ കൂടെ വരച്ച ശേഷം ബ്രഷ് വെള്ളത്തിൽ മുക്കി ആ വെള്ളം യൂസ് ചെയ്ത് ലയിപ്പിച്ചെടുക്കുക. ബോർഡറിനോട് ചേർത്ത് ഡാർക്ക് ഷെയ്ഡിങ്ങും മിഡിൽ പോർഷനിലേക്ക് ലൈറ്റ് ഷെയ്ഡിങ്ങും വരുന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്തെടുക്കുക. ഫസ്റ്റ് കോട്ട് ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഒരു ഷെയ്ഡിങ് കൂടെ അപ്ലൈ ചെയ്യാം. അത് ഫസ്റ്റ് കോട്ടിൻ്റെ കളറിനെയൊക്കെ അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ഞാനിപ്പം ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്യുകയാണ്. ചിത്രത്തിലെ ബ്ലൂവിൻ്റെ പോർഷൻസൊക്കെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് ഫ്ലവറിൻ്റെ പോർഷൻസാണ്. സാധാരണ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ താമരപ്പൂവൊക്കെ ചെയ്യുമ്പോൾ ഷെയ്ഡിങ്ങിനും ഔട്ട്ലൈനിങ്ങിനും ഒക്കെ യൂസ് ചെയ്തിരുന്ന സെയിം റെഡിൻ്റെ മിക്സ് തന്നെ യൂസ് ചെയ്താണ് ഷെയ്ഡ് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ കാഡ്മിയം റെഡും മജന്തയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പിങ്കിഷ് കളറ് നമുക്ക് ഫ്ലവറിന് കിട്ടും.
ഞാനിപ്പം കാഡ്മിയം റെഡും മജന്തയും ഈക്വൽ എമൗണ്ട് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ വെള്ളം ചേർത്ത് സാധാരണ മിക്സ് ചെയ്തെടുക്കുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് യൂസ് ചെയ്ത് രൈഖികം മെത്തേഡിലാണ് ഞാനിപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. രൈഖികം മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെയിം ഡയറക്ഷനിലുള്ള ചെറിയ ചെറിയ വരകൾ യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുന്ന മെത്തേഡാണ്. ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ പെറ്റൽസിൻ്റെയൊക്കെ അറ്റത്ത് ഡാർക്ക് ഷെയ്ഡിങ്ങും തണ്ടിനോട് ചേർന്ന് വരുന്ന പോർഷനിൽ ലൈറ്റ് ഷെയ്ഡിങ്ങും കൊടുക്കുക. മിഡിൽ പോർഷനിലും വളരെ ലൈറ്റായിട്ട് മാത്രം ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. രൈഖികം മെത്തേഡ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കേണ്ടതായിരുന്നു, പക്ഷേ ഞാനത് വിട്ടുപോയി. നമ്മൾ നേരത്തെ വരച്ച ഗണപതിയുടെ ചിത്രത്തിൽ താമരയുടെ പോർഷൻ ചെയ്തതും സെയിം രൈഖികം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അതിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി. ഇതേപോലെ ചിത്രത്തിലെ ബാക്കിയുള്ള ഫ്ലവേഴ്സിൻ്റെ പോർഷനും ഷെയ്ഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ പോർഷനും കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ചിത്രത്തിലെ ഷെയ്ഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ആവും. ഇനി ചെയ്യാനുള്ളത് ബ്ലാക്ക് ഔട്ട്ലൈനിങ് ആണ്. ബ്ലാക്ക് ഔട്ട്ലൈനിങ്ങിന് ഞാനിപ്പോൾ അക്രിലിക് കളർ ബ്ലാക്ക് ആണ് എടുക്കുന്നത്. ഇത് കുറച്ചെടുത്ത ശേഷം ഇതിലേക്ക് വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. സാധാരണ കളർ മിക്സിങ് പോലെ വെള്ളം അധികം ചേർത്ത് മിക്സ് ചെയ്യരുത്. വളരെ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ബ്ലാക്കിൻ്റെ മിക്സിങ്ങിൽ വെള്ളം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ അത് പടരും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. റെഡിൻ്റെയൊക്കെ ഔട്ട്ലൈൻ ചെയ്ത പോലെ തന്നെ ഈ മിക്സ് യൂസ് ചെയ്ത് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. വളരെ തിന്നായിട്ട് മാത്രം ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. 000യുടെ ലോങ് ഹെയർ ബ്രഷോ അല്ലെങ്കിൽ ലൈനർ ബ്രഷോ യൂസ് ചെയ്ത് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. ബ്ലാക്ക് ഔട്ട്ലൈനിങ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരേ തിക്നെസ്സിൽ ഔട്ട്ലൈൻ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ പോർഷനിലും ഒരേ തിക്നെസ്സിൽ ഔട്ട്ലൈൻ ചെയ്തെടുക്കാനായിട്ട് ബ്രഷിൽ പെയിൻ്റ് എടുത്ത ഉടനെ തന്നെ നമ്മൾ ഔട്ട്ലൈനിങ്ങിനായിട്ട് യൂസ് ചെയ്യരുത്. ആ ബ്രഷിൻ്റെ ടിപ്പിലെ എക്സ്ട്രാ ഉള്ള പെയിൻറ്റിൻ്റെ കണ്ടൻറ്റ് റിമൂവ് ചെയ്ത ശേഷം മാത്രം ഔട്ട്ലൈനിങ്ങിന് യൂസ് ചെയ്യുക. ഇനി പെയിൻറ്റ് എടുത്ത ഉടനെ നമ്മൾ ഔട്ട്ലൈനിങ്ങിന് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പോർഷനിൽ തിക്കായിട്ടും പിന്നീട് ഔട്ട്ലൈൻ ചെയ്ത് വരുമ്പോൾ അത് തിന്നായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് എക്സ്ട്രാ ഉള്ള ആ പോർഷൻ പെയിൻറ്റിൻ്റെ പോർഷൻ റിമൂവ് ചെയ്ത ശേഷം ഔട്ട്ലൈനിങ്ങിന് യൂസ് ചെയ്യുക. ബ്ലാക്ക് ഔട്ട്ലൈനിങ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വേണം ചെയ്തു വരാനായിട്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ അറിയാതെ ടച്ച് ചെയ്ത് ഔട്ട്ലൈൻ ചെയ്ത പോർഷനൊക്കെ പടരാനുള്ള ചാൻസ് ഉണ്ട്. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ബോർഡർ ഡിസൈനും ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത ശേഷം ഡയമണ്ട് ഷേപ്പിൻ്റെ ഔട്ടർ പോർഷൻ ബ്ലാക്ക് കൊണ്ട് ഫില്ല് ചെയ്തെടുക്കണം. ഇന്നർ പോർഷൻ വൈറ്റ് തന്നെ മതി. അതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ആ സർക്കിൾ പോർഷനിലും ഇതേപോലെ ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. ഇങ്ങനെ ബ്ലാക്ക് യൂസ് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുമ്പോൾ ഡയമണ്ട് ഷേപ്പിൻ്റെ ഇന്നർ പോർഷനിലേക്ക് ബ്ലാക്ക് കയറിപ്പോവാതെ വളരെ സൂക്ഷിച്ച് വേണം ഫില്ല് ചെയ്തെടുക്കാൻ. അതുപോലെ നമ്മൾ ആ ഡയമണ്ട് ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന ആ ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ബ്ലാക്ക് കൊണ്ട് ഫില്ല് ചെയ്യാനായിട്ട്. ഈ പോർഷനൊക്കെ ചെയ്യുമ്പോൾ നല്ലപോലെ സമയം എടുത്ത് വേണം ചെയ്യാനായിട്ട്. പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ ചിത്രത്തിലെ ബോർഡർ പോർഷൻസൊക്കെ ബ്ലാക്ക് കൊണ്ട് ഫില്ല് ചെയ്തെടുക്കുക. ഇനി ചിത്രത്തിൽ ചെയ്യാനുള്ളത് ചിത്രത്തിലെ ബോട്ടം പോർഷനിൽ കൊടുത്തിരിക്കുന്ന ആ സ്ക്വയറിൻ്റെ പോർഷനിൽ ഔട്ട്ലൈൻ ചെയ്യാന്നുള്ളതാണ്. അത് ഓപ്ഷനിലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ പോർഷൻ എടുത്തു നിൽക്കുമെന്ന് തോന്നിയതുകൊണ്ട് ഞാനവിടെ ഔട്ട്ലൈനിങ് ചെയ്തിട്ടില്ല. കുടത്തിൻ്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഡിസൈനും വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഔട്ട്ലൈനിങ് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ പോർഷന് കൊടുത്തിട്ടില്ല.
ആ പോർഷനിലൊക്കെ ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ഒരുപാട് എടുത്ത് നിൽക്കുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ പോർഷനും വിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ചിത്രം ബ്ലാക്ക് ഔട്ട്ലൈനിങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു ചിത്രവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.